നമ്മൾ വിശദമായി കടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം കടക്കുന്നത്. ന്യൂസ് 18 പുറത്തുവിട്ട ഒരു വാർത്തയുടെ അപ്ഡേഷനുമായിട്ടാണ് വന്നത്. ആക്ഷൻ ഹീറോ ബിജു 2 സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പണം തട്ടിയെന്ന പരാതിയിൽ വഞ്ചനാ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാവാൻ ആവശ്യപ്പെട്ട് നിവിൻ പോളിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. തലയോലപ്പറമ്പ് പോലീസാണ് നോട്ടീസ് അയച്ചത്. സംവിധായകൻ എബ്രിഡ് ഷൈനും ഹാജരാവണം. നിവിൻ പോളിയെയും എബ്രിഡ് ഷൈനെയും ഈ ആഴ്ച പോലീസ് ചോദ്യം ചെയ്യും. രേഖകളും ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഹാജരാക്കാനും നിർദ്ദേശം നൽകി. നിർമ്മാതാവ് ഷംനാസ് നൽകിയ പരാതിയിലാണ് പോലീസിന്റെ നടപടി. ഡാനി പോൾ ചേരുന്ന വിവരങ്ങളുമായി. ഡാനി, നിർമ്മാതാവിന്റെ പരാതിയിൽ അങ്ങനെ പോലീസിന്റെ ആക്ഷൻ അല്ലേ? ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. കാരണം അപ്പോൾ നിർമ്മാതാവ് നൽകിയ പരാതിയിൽ, അതായത് ആദ്യ ചിത്രത്തിൻ്റെ ഒരു മഹാവീർ എന്ന ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവായിരുന്നു വി എസ് ഷംനാസ. ഇതിനുശേഷമാണ് ആക്ഷൻ ഹീറോ ബിജുവിൻ്റെ 2ാം പതിപ്പ് വരുന്നത്. അതിൽ തന്നെ കബളിപ്പിച്ചു എന്നാണ്, ഏതാണ്ട് 1.5 കോടിയിലധികം രൂപ തന്നെ കബളിപ്പിച്ചു എന്നാണ് പറയുന്നത്. തനിക്ക് അതിൻ്റെ വിതരണാവകാശം നൽകുകയും പിന്നീട് മറ്റൊരാൾക്ക് 5 കോടിയിലധികം രൂപയ്ക്ക് അത് മറിച്ചു വിൽക്കുകയും താൻ അറിയാതെ തന്നെ മറ്റൊരു കച്ചവടം ഇതിനിടയിൽ നടത്തുകയും ചെയ്തു എന്നാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതിൽ ഒരു വഞ്ചന കുറ്റം, സാമ്പത്തിക ക്രമക്കേടുകൾ അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചാണ് പരാതി നൽകിയിരുന്നത്. നേരത്തെ ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ പരാതിയുമായിട്ട് ഇത്തരം കാര്യങ്ങൾ തീർപ്പ് കൽപ്പിക്കണമെന്ന ആവശ്യവുമായിട്ട് നിവിൻ പോളിയുടെ അടുത്ത് ചെന്നപ്പോൾ അത്തരം കാര്യങ്ങളൊരു നടപടിയും ഉണ്ടായില്ല. തുടർന്നാണ് ഈ പറവൂർ കോടതിയെ സമീപിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് കോടതി നിർദ്ദേശപ്രകാരമാണ് തലയോലപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ കേസിൽ ഇപ്പോൾ കേസെടുത്തതിന് പ്രകാരം ഇപ്പോൾ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നിവിൻ പോളിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നു. ഈ ആഴ്ച നിവിൻ പോളിയോടും എബ്രിഡ് ഷൈനോടും ചോദ്യം ചെയ്യലിനടക്കം ഹാജരാകേണ്ടി വരും. ഒപ്പം തന്നെയും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ രേഖകളുമായിട്ട് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ ആഴ്ച 2 പേർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും മുൻപാകെ ഹാജരാകണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതായത് 1,90,00,000 രൂപ തട്ടിയെന്നായിരുന്നു ഈ പരാതി. ഈ പരാതിയുടെ നാൾ വഴി നമ്മുടെ പ്രേക്ഷകർക്കായി ഒന്നും കൂടെ വിശദീകരിക്കാമോ ഡാനി? ഇതിൽ പറഞ്ഞിരിക്കുന്നത് മഹാവീർ എന്ന ചിത്രത്തിൻ്റെ സഹനിർമ്മാതാവായിരുന്നു വി എസ് ഷംനാസ്. തുടർന്ന് അതിനുശേഷം ഈ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിൻ്റെ 2ാം ഭാഗത്തിലേക്ക് പോകാനായിട്ട് ഇവർ തീരുമാനിക്കുകയും ചെയ്തു. ഇവിടെ വെച്ച് ഇതിൻ്റെ ഒരു ചിത്രത്തിൻ്റെ വിതരണാവകാശം സംബന്ധിയായ ഒരു തർക്കമാണ് ഉടലെടുത്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് ഇതിൽ വിതരണാവകാശം അടക്കമുള്ള കാര്യങ്ങൾ 1,90,00,000 രൂപ ഈ കാര്യത്തിൽ ഇവരിൽ നിന്ന് വാങ്ങിയിരിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു വിദേശത്തുള്ള വിതരണാവകാശം സംബന്ധിയായ കാര്യങ്ങളിലാണ് തർക്കമുണ്ടായിരിക്കുന്നത്. ഇത് പറയുന്നത് വിദേശത്തുള്ള മറ്റൊരാൾക്ക് താൻ അറിയാതെ ഇതിൻ്റെ വിതരണാവകാശം നൽകിയിരിക്കുന്നു. അത് ഏതാണ്ട് 5 കോടി രൂപയ്ക്കാണ് ഇതിൻ്റെ വിതരണാവകാശം നൽകിയിരിക്കുന്നത്. അത് തന്നെ കബളിപ്പിച്ചുകൊണ്ടാണ് നൽകിയിരിക്കുന്നത്. തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു രീതിയിലുള്ള അറിയിപ്പ് നിർമ്മാതാവ് ഇതിൻ്റെ എബ്രിഡ് ഷൈൻ്റെ ഭാഗത്തുനിന്നോ അതോടൊപ്പം തന്നെ നിവിൻ പോളിയുടെ ഭാഗത്തുനിന്നോ ഇത് സംബന്ധിയായ കാര്യങ്ങൾ ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല. തന്നെ സത്യത്തിൽ കബളിപ്പിക്കുകയാണ് ഇരുവരും ചേർന്ന് ചെയ്തിരിക്കുന്നത് എന്നതാണ് പറയുന്നത്. ഈ കേസിൻ്റെ ഒരു ഉള്ളടക്കം അതാണ്. ഇതിൽ ഇക്കാര്യത്തിൽ തീർപ്പ് കൽപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പിന്നീട് ഈ 2 പേരെയും സമീപിക്കുന്നത്. എന്നാൽ അനുകൂലമായ ഒരു മറുപടിയോ നടപടിയോ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ല. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി നൽകുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതിനുശേഷമാണ് കോടതിയെ സമീപിക്കുന്നത്. കോടതി ഈ കാര്യങ്ങൾ കേട്ട ശേഷമാണ് പിന്നീട് തലയോലപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ, ഈ കേസിൻ്റെ ലിമിറ്റ് അതാണ്, തലയോലപ്പറമ്പ് പോലീസിൻ്റെ പരിധിയിലാണിത് വരുന്നത്. അവരുടെ കേസ് എടുക്കാനായിട്ട് ആവശ്യപ്പെടുകയായിരുന്നു. ഇപ്പോൾ കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ 2 പേർക്കും നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഈ ആഴ്ച 2 പേരോടും ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എല്ലാം തന്നെ നൽകണം. ഒപ്പം തന്നെ ബാങ്ക് ഡീറ്റെയിൽസ് അടക്കമുള്ള കാര്യങ്ങൾ, ഈ പണം നൽകിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളടക്കം, ഇതിൻ്റെ കരാറിൻ്റെ കോപ്പി അടക്കം ഇവർ തമ്മിൽ ധാരണയായിട്ടുള്ള വസ്തുതകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളെല്ലാം തന്നെ സമർപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടത്തിൽ
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. പിന്നീട് കോടതിയിലേക്ക് എത്തുമ്പോഴാണ് നടപടികളിലേക്ക് കടക്കുന്നത്. അതിൻ്റെ ആദ്യപടി എന്നുമാണ് കേസെടുത്തത്. ഇപ്പോൾ 2 പേർക്കും നോട്ടീസ് അയച്ചിരിക്കുകയാണ്. നിവിൻ പോളിയും എബ്രിഡ് ഷൈനും ഈ ആഴ്ച തന്നെ പോലീസിന് മുൻപിൽ ചോദ്യം ചെയ്യലിന് വേണ്ടി ഹാജരാക്കണം. തീർച്ചയായും ദയവായി തുടരുക ഡാനീസ്. നിർമ്മാതാവ് ഷംനാസ് തന്നെ നമുക്കൊപ്പം ഇപ്പോൾ ചേരുകയാണ് 9 മണി വാർത്തയിൽ. ഷംനാസ്, വെരി ഗുഡ് മോർണിംഗ്. എന്തായാലും താങ്കളുടെ പരാതിയിൽ നടൻ നിവിൻ പോളിക്കുമൊപ്പം സംവിധായകൻ എബ്രിഡ് ഷൈനും പോലീസ് ഹാജരാവാൻ, തെളിവുകൾ സഹിതം ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരിക്കുകയാണ് പോലീസ്. ആ വിവരം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ? തീർച്ചയായിട്ടും. ഈ പോലീസ് നടപടി ഇപ്പോൾ എവിടം വരെ എത്തിയെന്നാണ് താങ്കൾക്ക് മനസ്സിലാവുന്നത്? പോലീസ് എന്റെ മൊഴി എടുത്തിരുന്നു, സാക്ഷികളുടെ മൊഴി എടുത്തിരുന്നു. അതിനുശേഷമായിരിക്കണം ഇപ്പോ പ്രതികളായിട്ടുള്ളവർക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് തെളിവുമായി ഹാജരാകാൻ പറഞ്ഞാൽ അവർക്കെതിരായിട്ടുള്ള തെളിവുകളുമായിട്ട് എങ്ങനെ ഹാജരാകും എന്നാണ് എന്റെ ആശങ്ക. ഈ തെളിവുകൾ പോലീസ് കണ്ടെത്തേണ്ടതാണ്. കാരണം ഇതിന്റെ മറ്റൊരു കമ്പനിയുമായിട്ടുണ്ടാക്കിയ കരാർ ഒരിക്കലും ഇവർ പോലീസിന് നേരിട്ട് കൊടുക്കില്ല. അത് അവരുടെ മെയിൽ ഐ ഡിയിലുണ്ട്. ആ മെയിലിൽ നിന്ന് പോലീസ് വേണം കണ്ടെത്താൻ. അതായത് ഈ ആഴ്ച തന്നെ ഹാജരാവണമെന്നാണ് പറഞ്ഞത്. എന്തൊക്കെ രേഖകളാണോ ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളത് ആ രേഖകളെല്ലാം ഹാജരാക്കണമെന്നാണ് പറയുന്നത്. അതിനുള്ളൊരു സാധ്യത താങ്കൾ എത്രമാത്രം കാണുന്നുണ്ട്? അതിനകത്ത് ഇപ്പോ ഇവർക്ക് എതിരായിട്ടുള്ള രേഖകൾ ഒരിക്കലും ഇവര് പോലീസിൽ ഹാജരാക്കാൻ സാധ്യതയില്ലല്ലോ. അത് പോലീസ് കണ്ടെത്തേണ്ടതാണ്. മാത്രമല്ല, ഇപ്പൊ പോളി ജൂനിയറിന്റെ പേരിൽ 2-3 ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അതിൽ ഏത് ബാങ്ക് അക്കൗണ്ടിലേക്കാണ് ഈ ഓവർസീസിന്റെ അഡ്വാൻസ് പേയ്മെന്റ് വന്നെന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ എല്ലാ ബാങ്ക് അക്കൗണ്ടും പരിശോധിച്ചാൽ മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പൊ ഇവർ ഏതെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് കൊണ്ടുവന്ന് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തുനിന്ന് തെളിവുകൾ കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മാത്രമല്ല, ഇവര് വിദേശ കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറ് ഒരിക്കലും ഇവര് പോലീസിൽ ഹാജരാക്കില്ല. അത് പോലീസ് ഈ വിദേശ കമ്പനിയുടെ ഓഫീസിൽ നിന്നോ പോളി ജൂനിയറിന്റെ ഓഫീസിൽ നിന്നോ അവരുടെ മെയിൽ ഐ ഡിയിൽ തീർച്ചയായിട്ടും ഉണ്ട്. ആ മെയിൽ ഐ ഡിയിൽ നിന്ന് ചിലപ്പോൾ മെയിലിൽ നിന്ന് അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഡിലീറ്റ് ചെയ്താലും റിക്കവർ ചെയ്യാനുള്ള സംവിധാനം, സാങ്കേതിക ടെക്നോളജി ഇപ്പോൾ നിലവിലുണ്ട്. അപ്പോൾ അത് കണ്ടെത്താൻ പോലീസ് ശ്രമിക്കണം എന്നുള്ളതാണ് എന്റെ അപേക്ഷ. ഈ പോലീസ് താങ്കളുമായി ഏത് തരത്തിലാണ് സഹകരിക്കുന്നത്? പോലീസ് വളരെ അനുഭാവപൂർവ്വമുള്ള സഹകരണമാണ്. പോലീസിന്റെ വിശദമായ മൊഴിയെടുത്തു, സാക്ഷികളുടെ മൊഴിയെടുത്തു. പോലീസ് ഇപ്പൊ ഇവരോട് ഇപ്പം ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണല്ലോ. ഷംനാസ്, ഈ പരാതി നൽകിയതിന് ശേഷം ഏതെങ്കിലും തരത്തിലൊരു ഒത്തുതീർപ്പിനുള്ള ഒരു ശ്രമം ഉണ്ടായിരുന്നോ ഈ നടന്റെയോ സംവിധായകന്റെയോ അല്ലെങ്കിൽ താരസംഘടനയുടെ ഭാഗത്തു നിന്ന്, അല്ലെങ്കിൽ മറ്റാരുടെങ്കിലും ഭാഗത്തു നിന്ന് ഒരു ഒത്തുതീർപ്പിലോട്ട് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്നുള്ളൊരു തരത്തിലോട്ട് താങ്കളെ ആരെങ്കിലും സമീപിച്ചിരുന്നു? ഇല്ല, ആരും സമീപിച്ചിട്ടില്ല. ഇതുവരെ ആരും സമീപിച്ചിട്ടില്ല. ഈ താങ്കൾ ഈ പരാതി നൽകിയതിനു ശേഷം നടൻ നിവിൻ പോളിയോ സംവിധായകൻ എബ്രിഡ് ഷൈനോ താങ്കളെ സമീപിച്ചിരുന്നോ? അവർ എന്തെങ്കിലും തരത്തിൽ താങ്കളുമായി ചർച്ച നടത്തിയിരുന്നോ? ഒരു അനുനയ നീക്കം? ഇല്ല, അവരിതുവരെ സമീപിച്ചിട്ടില്ല. അവര് നടത്തിയ പ്രസ്താവന പോലും വാസ്തവ വിരുദ്ധമാണ്. കാരണം അവർ പറഞ്ഞത് ഇത് കോടതിയുടെ ആർബിട്രേഷൻ പരിധിയിൽ ഇരിക്കുന്ന കേസാണ്, കോടതിക്ക് വിധി മറികടന്നാണ്, ബഹുമാനിക്കാതെയാണ് ഞാൻ കേസ് കൊടുത്താണ് പറയുന്നത്. അത് തികച്ചും വാസ്തവ വിരുദ്ധമാണ്. കാരണം അവർ കൊടുത്തിരിക്കുന്ന ആർബിട്രേഷൻ കേസ് എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട് 2023 ഉണ്ടാക്കിയ ഒരു കരാറിലെ വ്യവസ്ഥകൾ പുറത്തു പറയരുത് എന്ന് പറഞ്ഞിട്ടാണ് അവര് കോടതിയിൽ നിന്ന് ഒരു ഇൻജക്ഷൻ ഓർഡർ മേടിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ നിവിൻ പോളിയുടെ ഓഫീസിൽ, പോളി ജൂനിയറിന്റെ ഓഫീസിൽ ഞാൻ കയറരുത് എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ വൈഫിന്റെ പേരിൽ ഒരു ഇൻജക്ഷൻ ഓർഡർ ആണ് വാങ്ങിച്ചിരിക്കുന്നത്. ഈ 2 കേസ് അല്ലാതെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ആർബിട്രേറ്ററെ നിയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും ഇതുവരെ ഉണ്ടായിട്ടില്ല.